പ്രിയമുള്ളവരെ, എല്ലാവർക്കും എൻ്റെ റീഡിങ്ങിലോട്ട് സ്വാഗതം. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ജെൻഡർലെസ് റീഡിംഗ് ആണ്. ആർക്ക് വേണമെങ്കിലും കേൾക്കാം. നിങ്ങളുടെ ലൈഫ് ഇവൻറ്റ്സുമായിട്ട് റിലേറ്റഡ് ആണെങ്കിൽ മാത്രം കാണുക, ഇല്ലെങ്കിൽ വിട്ടുകളയുക. നെഗറ്റീവ് കാര്യങ്ങൾ പറയുമ്പോൾ അത് നിങ്ങളുടെ ജീവിതത്തിൽ ഇല്ലെങ്കിൽ അട്രാക്റ്റ് ചെയ്യാതിരിക്കുക. ഇപ്പോൾ ചെക്ക് ചെയ്യാൻ പോകുന്നത്, ആദ്യം നിങ്ങളുടെ എനർജി ചെക്ക് ചെയ്യും, പിന്നീട് നിങ്ങൾ തമ്മിലുള്ള എനർജി ചെക്ക് ചെയ്യും, അതിനുശേഷം നിങ്ങൾ ആരെക്കുറിച്ചാണ് ചിന്തിക്കുന്നത് ആ ആളുടെ എനർജി. ഓക്കെ, സോ ആദ്യം നിങ്ങളുടെ എനർജിയിൽ ആദ്യം കിട്ടിയിരിക്കുന്നത് നൈറ്റ് ഓഫ് സോഡ്സിൻ്റെ എനർജിയാണ്. അപ്പോൾ നൈറ്റ് ഓഫ് സോഡ്സ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ലൈഫിലോട്ടൊരു വലിയ ചേഞ്ച് വരുന്നു എന്നാണ് എൻ്റെ മീനിങ്. ഓക്കെ, ആ ചേഞ്ച് നിങ്ങൾ കുറേ കാലമായിട്ട് നിങ്ങൾ പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ചേഞ്ചാണ്. ഓക്കെ, അപ്പോൾ ആ ചേഞ്ച് വരുമ്പോഴത്തേക്കും വീണ്ടും അതിനെക്കുറിച്ചത് വേണോ വേണ്ടയോ എന്ന് ചിന്തിച്ചിരിക്കാതെ റോൾ ഇറ്റ് വിത്ത് ദാറ്റ് ചേഞ്ച് എന്നാണ് ഇവിടെ ടാരോട്ട് പറയുന്നത്. ഓക്കെ, വരുമ്പോൾ തന്നെ ചാടി വീഴുക, ആ മൊമെൻറ്റ് നിങ്ങൾ ഉപയോഗിക്കുക എന്നാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, ടോറസ് ആൻഡ് ജെമിനിയാണ് ഇവിടുത്തെ സോഡിയാക് സൈൻസ്. പിന്നീട് വന്നിരിക്കുന്നത് ദ എംപററിൻ്റെ എനർജിയാണ്. നിങ്ങൾ ഇപ്പോൾ നിങ്ങളുടെ ഇമോഷൻസ് എല്ലാം ഒരു മെച്യൂറായിട്ടുള്ള ഒരാളിനെ പോലെ കൺട്രോൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങളുടെ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്തിട്ട് നിങ്ങൾ ലോജിക്കായിട്ട് തിങ്ക് ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നു. ഓക്കെ, അപ്പോൾ നല്ല കാര്യം. ഇറ്റ് സിഗ്നിഫൈസ് ദാറ്റ് കോൺസെൻട്രേഷൻ, സ്ട്രക്ചർ, സ്റ്റെബിലിറ്റി, ഈ ഫോക്കസ്, ഇതെല്ലാം നിങ്ങൾ ചെറുതായിട്ട് നിങ്ങളുടെ ജീവിതത്തിലോട്ട് കൊണ്ടുവരാൻ തുടങ്ങി എന്നാണ് ഈ ഒരു എനർജി കാണുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നത്. ഓക്കെ, അതങ്ങനെ തന്നെ പോട്ടെ. നിങ്ങളുടെ ഡ്രീംസും നിങ്ങളുടെ ഐഡിയാസും റിയാലിറ്റിയിലോട്ട് കൊണ്ടുവരാൻ നിങ്ങൾ ശ്രമിക്കണം. ഓക്കെ, അപ്പോൾ അതാണ് ഒരു കാർഡ്, നിങ്ങളുടെ എനർജി. മൂന്നാമത്തത് ക്യൂൻ ഓഫ് കപ്സിൻ്റെ എനർജിയാണ്. ക്യൂൻ ഓഫ് കപ്സ് എന്ന് വെച്ചാൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വിമനുണ്ട്. അവർ ഭയങ്കര സപ്പോർട്ടീവാണ്, ഭയങ്കര കെയറിങ് ആണ് നിങ്ങളെ. അപ്പം നിങ്ങളും എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നിങ്ങൾ സ്വന്തമായിട്ട് ട്രീറ്റ് ചെയ്യുന്നതും മറ്റുള്ളവരെ ട്രീറ്റ് ചെയ്യുന്നതും വളരെ കമ്പാഷനോട് കൂടിയും സിമ്പതിയോട് കൂടിയും വേണം എന്നാണ് നിങ്ങൾക്കിവിടെ ടാരോട്ട് തരുന്ന ഒരു അഡ്വൈസ്. ഓക്കെ, അപ്പോൾ ജെമിനി ആൻഡ് ക്യാൻസറാണ് ഇവിടുത്തെ സോഡിയാക് സൈൻ. അടുത്തതെന്ന് വെച്ചാൽ 4 ഓഫ് സോഡ്സിൻ്റെ എനർജിയാണ്. 4 ഓഫ് സോഡ്സിൻ്റെ എനർജി പറയുന്നത് വെച്ചാൽ നിങ്ങൾ വിചാരിക്കുന്നതിൻ്റെ അത്ര ഒരു ബാഡ് സിറ്റുവേഷൻ അല്ല ഇപ്പോൾ. കാമായിട്ടിരിക്കുക, നിങ്ങൾ കുറച്ച് സമയം അനുവദിക്കുക, എന്നിട്ട് നിങ്ങളുടെ പ്രോബ്ലത്തിനുള്ള സൊല്യൂഷൻസ് നിങ്ങൾ കണ്ടുപിടിക്കുക എന്നാണ് പറയുന്നത്. ഓക്കെ, പേടിക്കേണ്ട ആവശ്യമില്ല, സ്ട്രെസ്സിൻ്റെ ആവശ്യമില്ല, റിലാക്സ് ചെയ്യുക, എന്നിട്ട് സമാധാനപരമായിട്ട് നിങ്ങളുടെ പ്രോബ്ലത്തിൻ്റെ സൊല്യൂഷൻസ് കണ്ടുപിടിക്കുക. അപ്പോൾ പ്രോബ്ലം കണ്ട് പേടിക്കേണ്ട കാര്യമില്ല, പ്രോബ്ലം വരുന്നത് നമുക്ക് സോൾവ് ചെയ്യാനാണ്. അപ്പം കാമായിട്ടിരുന്നിട്ട് പ്രോബ്ലത്തിന് സൊല്യൂഷൻ കണ്ടുപിടിക്കുക, എടുത്തു ചാടി ഒരു കാര്യവും ചെയ്യാതിരിക്കുക. ഓക്കെ, ലാസ്റ്റ് വന്നിരിക്കുന്നത് ഒരു 2 ഓഫ് കപ്സിൻ്റെ എനർജിയാണ്. 2 ഓഫ് കപ്സ് എന്ന് വെച്ചാൽ ഇതിൽ ചിലർക്ക് ഒരു ലവ് റിലേഷൻഷിപ്പ് വരുന്നു എന്നാണ് എനിക്കിവിടെ നിന്ന് മനസ്സിലായത്. ഒരാളുമായിട്ട് നിങ്ങൾക്ക് ഒരു മ്യൂച്വൽ ബെനിഫിറ്റ് ഉള്ള ഒരു റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നു എന്നാണ് എനിക്ക് മനസ്സിലായത്. അപ്പോൾ ഇപ്പോഴങ്ങനെ ഒരു റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ അത് കണ്ടിന്യൂ ആവും, അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് ഒരു മ്യൂച്വൽ അട്രാക്ഷനുള്ള ഒരു പാർട്ട്ണർ വരുന്നു എന്നാണ് 2 ഓഫ് കപ്സിൻ്റെ ഒരു മീനിങ്. ഓക്കെ, അപ്പം ക്യാൻസറാണ് ഇവിടുത്തെ സോഡിയാക് സൈൻ. ഒരു ഇമോഷണൽ, ഒരു പുതിയൊരു പ്രണയം, അല്ലെങ്കിൽ പരസ്പരം വളരെയധികം ഇഷ്ടപ്പെടുന്ന രണ്ടാൾക്കാർ, അതാണ് ഈ ഒരു 2 ഓഫ് കപ്സിൻ്റെ ഒരു എനർജി ഇവിടെ കാണിക്കുന്നത്. ഓക്കെ, ഇനി നിങ്ങളും നിങ്ങളുടെ സിഗ്നിഫിക്കൻറ്റ് അതർ പേഴ്സണും തമ്മിലുള്ള റിലേഷൻഷിപ്പിൻ്റെ എനർജി നമുക്ക് ചെക്ക് ചെയ്യാം. ഓക്കെ, നിങ്ങൾ തമ്മിലുള്ള റിലേഷൻഷിപ്പിൻ്റെ എനർജി ചെക്ക് ചെയ്തപ്പോൾ എനിക്ക് ആദ്യം വന്നതെന്ന് വെച്ചാൽ 5 ഓഫ് കപ്സിൻ്റെ എനർജിയാണ്.
ഫൈവ് ഓഫ് കപ്സിൻ്റെ എനർജി എന്ന് വെച്ചാൽ നിങ്ങളെ എക്സ്പെക്റ്റ് ചെയ്ത രീതിയിൽ ചില കാര്യങ്ങളൊന്നും വന്നില്ല, ചില സിറ്റുവേഷൻസ് ഒന്നും വന്നില്ല, ശരിയായില്ല. അതിൽ നിങ്ങൾക്ക് ഭയങ്കരധികം സങ്കടമുണ്ട്, റിഗ്രറ്റ് ഉണ്ട്, ഡിസപ്പോയിൻറ്റഡ് ആണ്. ഓക്കെ, ഈ റിലേഷൻഷിപ്പിൽ കുറേ ഈഗോ ക്ലാഷസ് ഉണ്ട്, അഗ്രഷൻസ് ഉണ്ട്, തമ്മിൽ ഇറിറ്റേഷൻസ്, ഫ്രസ്ട്രേഷൻസ്, ഇതെല്ലാം ഇവിടെ കാണുന്നുണ്ട്. ഒരു കോപ്പറേഷൻ ഇല്ലായ്മ കാണുന്നുണ്ട്, ലാക്ക് ഓഫ് കൺട്രോൾ കാണുന്നുണ്ട്, ചില ഖാവോസ് കാണുന്നുണ്ട്, അടിപിടി ഇതൊക്കെ കാണുന്നുണ്ട് കേട്ടോ. 5 ഓഫ് വാണ്ട്സിൻ്റെ എനർജി ഉണ്ട്. അത് കഴിഞ്ഞപ്പോൾ ക്വീൻ ഓഫ് സോർഡ്സിൻ്റെ എനർജിയാണ്. ഇതിനകത്ത് ഒരു ഓൾഡർ ലേഡിയുടെ ഒരു എനർജി കാണുന്നുണ്ട്. ഓക്കെ, ഒരു ക്വീൻ ഓഫ് സോർഡ്സ് വെച്ചിട്ടൊരു ഓൾഡർ ലേഡി, കുറേ എക്സ്പീരിയൻസ് ഉള്ളൊരു ലേഡി, അവർ നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു എന്നാണ് എനിക്കിവിടെ നിന്ന് കാണാൻ പറ്റിയത്. ഓക്കെ, ഒരുപാട് ഇന്നർ സ്ട്രെങ്ത്തുള്ള, വിസ്ഡമുള്ള ഒരു ലേഡി, അവർ നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട്. ലിബ്രയാണ് ഇവിടുത്തെ സോഡിയാക് സൈൻ. അത് കഴിഞ്ഞിട്ട് വന്നത് നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഒരു ജഡ്ജ്മെൻ്റ് ഉണ്ടാകും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു ക്ലാരിറ്റി ഉണ്ടാകും. ഓക്കെ, ഒരു കമ്പോഷർ, ക്ലാരിറ്റി, ഇതെല്ലാം വരാനുള്ള ഒരു ചാൻസ് ഉണ്ട്. കാമായിട്ട് ഇവാലുവേറ്റ് ചെയ്യുക, നിങ്ങളെക്കുറിച്ചും ഇവാലുവേറ്റ് ചെയ്യുക, നിങ്ങളുടെ ഈ ബന്ധത്തിനെക്കുറിച്ചും, നിങ്ങളുടെ ഈ ചോയ്സ്, നിങ്ങളുടെ ഈ ബന്ധം എന്ന് പറയുന്നത് എപ്പോഴും നിങ്ങളൊരു ചോയ്സ് ആയിരുന്നല്ലോ, അതിനെക്കുറിച്ച് നിങ്ങൾ ഇവാലുവേറ്റ് ചെയ്യുക. എന്നിട്ട് പോസിറ്റീവായിട്ട് ഡിസിഷൻസ് എടുക്കുക. അതിന് വേണ്ടിയിട്ട് ഈ ഇവാലുവേഷൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും എന്നാണ് മനസ്സിലായത്. അടുത്തതായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു ഡെവിൾ വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ തമ്മിൽ പരസ്പരം ഭയങ്കരമായിട്ട് അട്രാക്ഷൻ ഉള്ള രണ്ടാൾക്കാരാണ്. ഓക്കെ, നിങ്ങൾക്ക് പരസ്പരം അഡിക്ഷൻ ഉണ്ട്, ചില റെസ്ട്രിക്ഷൻസ് നിങ്ങൾ തമ്മിൽ ഉണ്ട്, സെക്ഷുവാലിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് പരസ്പരമുള്ളൊരു ഫീലിംഗ് എന്ന് വെച്ചാൽ ഒരു ഡെവിൾ ടൈപ്പ് ഓഫ് ഫീലിങ്സ് ആണ്. പിന്നെ അത് മാത്രമല്ല, ചിലർക്ക് ഒരു മൂന്നാമത്തെ ഒരാൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിലോട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, ഒരു തേർഡ് പാർട്ടിയുടെ ഒരു എനർജിയും കാണുന്നുണ്ട്. ഇനി നിങ്ങൾ ആരെക്കുറിച്ചാണോ ചിന്തിക്കുന്നത്, ആ ആളിൻ്റെ എനർജി എടുത്തപ്പോൾ ആ ആളിൻ്റെ എനർജിയിൽ ഒരു ചീറ്റിംഗ് കാണുന്നുണ്ട് കേട്ടോ. ഒരു 7 ഓഫ് സോർഡ്സിൻ്റെ ഒരു എനർജി കാണുന്നുണ്ട്, ചീറ്റിംഗ് കാണുന്നുണ്ട്, ഒരു മാനിപ്പുലേഷൻ, കണ്ണിങ്, എനിമീസ്, ഇതെല്ലാം കാണുന്നുണ്ട്. ആളിനെ ആരെങ്കിലും ചീറ്റ് ചെയ്തതാണോ അതോ നിങ്ങളെ ചീറ്റ് ചെയ്തതാണോ എന്ന് എനിക്കിവിടെ അറിയില്ല. ഒരു ചീറ്റിംഗ് കാണുന്നുണ്ട്. പിന്നെ ഒരു 3 ഓഫ് കപ്സിൻ്റെ എനർജി കാണുന്നുണ്ട്. മൂന്നാമതൊരാളിൻ്റെ എനർജി ഇവിടെ നമുക്ക് കാണാം. ആ ആൾ പാസ്റ്റിൽ നിന്നും വന്ന ഒരാളാണ്. ഓക്കെ, ചിലപ്പോൾ വന്നു കഴിഞ്ഞിട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ വരാൻ ചാൻസ് ഉണ്ടെന്നാണ് പറയുന്നത്. ഓക്കെ, ക്യാൻസറാണ് ഇവിടുത്തെ സോഡിയാക് സൈൻ. അത് കഴിഞ്ഞിട്ട് ഒരു പേജ് ഓഫ് കപ്സിൻ്റെ എനർജി. പേജ് ഓഫ് കപ്സിൻ്റെ എനർജി എന്ന് വെച്ചാൽ ഒരു പുതിയൊരു സ്നേഹം ആളിൻ്റെ ജീവിതത്തിലോട്ട് വരുന്നു എന്നാണ് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ സ്നേഹം അല്ലെങ്കിൽ ഒരു പുതിയ ഐഡിയ, ഒരു ഓപ്പർച്യൂണിറ്റി എന്നൊക്കെ വേണമെങ്കിൽ പറയാം. പക്ഷേ ഇവിടെ വാട്ടറാണ് ഇവിടുത്തെ സോഡിയാക് സൈൻ, അതുകൊണ്ട് റിലേഷൻഷിപ്പ് തന്നെയാണ്. ഓക്കെ, ഇപ്പോൾ തുടങ്ങിയിട്ടേ ഉള്ളൂ, ചെറുതായിട്ടൊരു കപ്പുമായിട്ട് ഇങ്ങനെ വന്നിട്ടേ ഉള്ളൂ. ഓക്കെ, ഒരു ഫ്ലർട്ടിങ് അതുപോലെയൊക്കെ എന്ന് വേണമെങ്കിൽ നമുക്ക് കരുതാം. അത് കഴിഞ്ഞിട്ട് വന്നിരിക്കുന്ന ഒരു ഹെർമിറ്റ് മോഡാണ്. ഇപ്പോൾ ആക്ച്വലി നിങ്ങളുടെ സിഗ്നിഫിക്കൻറ്റ് പേഴ്സൻ്റെ ഒരു എനർജി എന്ന് വെച്ചാൽ ആളിപ്പോൾ ഒരു ഹെർമിറ്റ് മോഡാണ്, ഒരു സന്യാസിയെ പോലെ സ്വന്തമായിട്ട് പല അനലൈസേഷൻ ചെയ്യുന്നുണ്ട്. അതുപോലെ കുറച്ച് സ്പിരിച്വൽ ആവുന്നുണ്ട്. പിന്നെ ജീവിതം എങ്ങോട്ടാണ് പോകുന്നത്, ജീവിതത്തിലുള്ള വാല്യൂസ്, ആളിൻ്റെ സ്വന്തം വാല്യൂസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചിന്തിക്കുന്നുണ്ട്. ഓക്കെ, സോൾ സെർച്ചിങ് എനർജിയാണ് ആക്ച്വലി ആളിൻ്റെ ലൈഫിലെ ഒരു സോൾ സെർച്ചിങ് സമയമാണിത്. അപ്പം ഒറ്റയ്ക്കിരിക്കാൻ വേണ്ടിയിട്ട് ഇഷ്ടപ്പെടുന്നുണ്ട്, ചില ഗൈഡൻസുകളെല്ലാം ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്. ആ ഒരു എനർജി മോഡാണ്. അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് വന്നിരിക്കുന്നത് 4 ഓഫ് പെൻഡക്കിൾസ് ആണ്. ഇതെല്ലാം ആണെങ്കിലും ഒരു കാര്യമുള്ളതെന്ന് വെച്ചാൽ ആൾ ഏതോ ഒരു കാര്യത്തിനെ ഭയങ്കര അൺഹെൽത്തി ആയിട്ട്, പൊസസീവായിട്ട്, ഇങ്ങനെ ഒരു ടോക്സിക്കായിട്ട്, കൺട്രോളിങ് വേയിൽ ഇങ്ങനെ ചേർത്ത് പിടിച്ചിട്ടുണ്ട്. എന്തൊക്കെ സംഭവിച്ചാലും ഞാൻ ഇതിനെ വിടില്ല എന്നുള്ള രീതിയിൽ ഹോൾഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ആ ഹോൾഡ് ചെയ്യുന്ന രീതി എന്ന് വെച്ചാൽ അത്ര സുഖമുള്ളൊരു രീതിയല്ല. അതുകൊണ്ട് പല കാര്യങ്ങളും പുള്ളി തുറന്നു പറയുന്നില്ല. ഹെർമിറ്റ് മോഡാണ്, മിണ്ടാണ്ടിരിക്കുവാണ്. മിണ്ടിക്കഴിഞ്ഞാലേ നമുക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ
പല കാര്യങ്ങളും ആളുടെ ജീവിതത്തിൽ ബ്ലോക്കിംഗ് ആണ് ഈ ഒരു കാര്യം കൊണ്ട്. പിന്നെ കുറച്ച് ഗ്രീഡിയും മെറ്റീരിയലിസം ഇതെല്ലാം പുള്ളിയുടെ ലൈഫിലൂടെ പോകുന്ന ഒരു സമയമാണ്. പുള്ളി അല്ലെങ്കിൽ പുള്ളിക്കാരി ആരായിരുന്നാലും, ഹു അവർ ദ സിഗ്നിഫിക്കൻ്റ് അതർ പേഴ്സൺ. പിന്നെ ഓവറോൾ എനർജി എന്ന് പറയുന്നത് 8 ഓഫ് കപ്സ് ആണ്. ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ ഓവറോൾ എനർജി 8 ഓഫ് കപ്സ് എന്ന് പറയുമ്പോഴത്തേക്കും ചില അൺഫുൾഫില്ലിംഗ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് കൊണ്ട് തിരിഞ്ഞു നടക്കുകയാണ്. ഓക്കെ, ഉദ്ദേശിച്ച രീതിയിൽ പല കാര്യങ്ങളും നടന്നില്ല. അതുകൊണ്ട് തന്നെ മനസ്സ് മടുത്തിട്ട് തിരിഞ്ഞു നടക്കുന്ന ഒരു ടൈപ്പ് ഓഫ് എനർജിയാണ് നമുക്ക് ഇതിനകത്ത് കാണാൻ പറ്റുന്നത്. ഡിസപ്പോയിൻമെൻറ്റ്, വിഡ്രാവൽ, ഓക്കെ, അങ്ങനത്തെ എനർജീസൊക്കെയാണ് ഇവിടെ കാണുന്നത്. പൈസിസ് ആണ് ഇവിടെ വന്നിരിക്കുന്ന സോഡിയാക് സൈൻ എന്ന് പറയുന്നത്. ഓക്കെ, എനിക്കിപ്പം പെട്ടെന്നൊരു കാര്യം പറയണമെന്ന് തോന്നിയെന്ന് വെച്ചാൽ, നമ്മളിപ്പം ഒരു റിലേഷൻഷിപ്പിലിരിക്കുമ്പോൾ ആ ആൾക്ക് മറ്റൊരു റിലേഷൻഷിപ്പ് ചെറുതായിട്ട് തുടങ്ങി, അല്ലെങ്കിൽ വേറൊരു റിലേഷൻഷിപ്പിലാണ് എന്നൊക്കെ പറയുമ്പോഴത്തേക്കും നമ്മളതിൽ ഒരുപാടങ്ങ് ഇമോഷണലായിട്ട് തകർന്നങ്ങ് അടിയാൻ വേണ്ടിയിട്ട് നമുക്ക് തകർച്ച തോന്നും. പക്ഷെ നമ്മളങ്ങനെ ഒരുപാടങ്ങ് തകർന്നു പോകാൻ അനുവദിക്കാതിരിക്കുക. നമുക്ക് എങ്ങനെയെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു പിടിവള്ളി കിട്ടി നമ്മൾ മുകളിലോട്ട് വരാൻ തന്നെ ശ്രമിക്കുക. ഒരുപാടങ്ങ് വിഷമിച്ച് എനിക്കിനി ജീവിക്കണ്ട, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചിന്തിക്കാതിരിക്കുക. ഒന്നാമത്തെ കാര്യം, അതിൻ്റെ ആവശ്യമില്ല. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ, മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ള ആ ഒരു അവസ്ഥയാണ് നമ്മൾ അതിലോട്ട് കൊണ്ടുപോകുന്നത്. ആ അവസ്ഥയിൽ നിന്ന് നമ്മൾ പതുക്കെ മാറാൻ നോക്കുക. സെൽഫ് കൺട്രോൾ വേണം, സെൽഫ് ലവ് വേണം. സെൽഫായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പഠിക്കണം. ഓക്കെ, ഒരുപാടങ്ങ് വിഷമിച്ചുള്ള ഒരു അവസ്ഥയിലോട്ട് പോവേണ്ട ആവശ്യമില്ല. ഇങ്ങനെയുള്ള അവസ്ഥകളിൽ നിങ്ങൾ ഏറ്റവും കൂടുതലും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം എന്ന് വെച്ചാൽ എനർജി മിററിംഗ് ആണ്. നിങ്ങളോട് എങ്ങനെയാണോ അതുപോലെ നിങ്ങൾ നിൽക്കുക. കൂടുതൽ കാല് പിടിച്ച് പുറകെ നിന്ന് പോയി കരഞ്ഞ് ബഹളം ഉണ്ടാക്കി പ്രശ്നങ്ങൾ കൂടുതലുണ്ടാക്കി അതിൻ്റെ ആവശ്യമില്ല. എനർജി മിറർ ചെയ്യുക, അതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം. അപ്പോൾ നമുക്ക് മനസ്സമാധാനം കിട്ടും. കാര്യങ്ങളൊന്ന് അനലൈസ് ചെയ്ത് പഠിച്ചിട്ട് ഇനി എന്താണ് മുന്നോട്ട് ചെയ്യേണ്ടതെന്ന് നമുക്ക് മനസ്സിലാവും. സോ അത്രയേ ഉള്ളൂ ഇന്നത്തെ റീഡിങ്. താങ്ക് യു ആൻഡ് ബൈ.